ഇത് തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ്. പക്ഷെ ഭൂരിഭാഗം തലശ്ശേരിക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. പേര് ഉടവാഴക്ക. മധുരവും എരിവെല്ലാം ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാട്ടോ ഇതിന്റെ. പണ്ട് കാലങ്ങളിൽ ഹജ്ജിന് പോകുന്നവർ പായക്കപ്പലിലും ഒട്ടകപ്പുറത്തൊക്കെ ആയി മാസങ്ങൾ എടുത്താണ് അവിടെ എത്തുന്നത്. ആ ദീർഘകാല യാത്രയിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സ്നാക്കാണ് ഈ ഉടവാഴക്ക. തലശ്ശേരിയുടെ പാരമ്പര്യ ഭക്ഷ്യപദാർത്ഥമാണ്. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. മുൻകാലത്ത് മലബാറിലെ മുസ്ലിമീങ്ങൾ ഹജ്ജിന് പോയിരുന്നത് പായക്കപ്പലുകളിലായിരുന്നു. പായക്കപ്പലുകൾ തലശ്ശേരിയിൽ നിന്നോ കോഴിക്കോട് നിന്നോ പുറപ്പെട്ടാൽ അത് മാസങ്ങൾ കഴിഞ്ഞായിരുന്നു യമന്റെ തുറമുഖ പട്ടണമായ ഏഡനിലെത്തിയിരുന്നത്. അവിടെ നിന്നും ഒട്ടകപ്പുറത്ത് മക്കത്തേക്ക് എത്തുവാൻ ഒരു മാസത്തോളം വേണ്ടി വന്നു. ഈ ദീർഘിച്ച യാത്രക്ക് അവർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക്, ഈ യാത്രയിൽ കിട്ടിയിരുന്ന ഭക്ഷണം ഒട്ടകത്തിൻ്റെയും ആട്ടിൻ്റെയും ഇറച്ചിയും ഈത്തപ്പഴവും മാത്രമായി. കേരളത്തിലെ സസ്യശ്യാമളമായ അന്തരീക്ഷത്തിൽ വളർന്ന അവർക്ക് അത് കഴിച്ച് ജീവിക്കുന്നതിൽ 5-6 മാസം കഴിയുന്നതിൽ വളരെ പ്രയാസം നേരിട്ടു. അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോൾ കേടുപറ്റാത്ത കേരളത്തിൽ കിട്ടുന്ന ജൈവ ഭക്ഷ്യപദാർത്ഥങ്ങൾ കേടുപറ്റാതെ എങ്ങനെ ഒരു കൊല്ലം വരെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഗവേഷണം അവരുടെ അടുക്കളകളിൽ നടന്നു. അങ്ങനെ വിജയിച്ച ഒരു പദാർത്ഥമാണ് ഉടവാഴക്ക. ഇതിന്റെ പേര് ഉടവാഴക്ക. ആ ഉടവാഴക്ക എന്ന പേര് വന്നതിന് 2 കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഒന്ന്, ഓടം എന്ന് പറഞ്ഞാൽ ജലത്തിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പായക്കപ്പലടക്കം ഓടം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ചെറിയ തോണികൾക്കൊക്കെ ഓടമെന്ന് പറയാറുണ്ട്. പിന്നെ മുൻകാലത്ത് തോട്ടത്തിനും ഓടമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് തോട്ടത്തിലുണ്ടായത്, രണ്ടാമത് ജലമാർഗം പായക്കപ്പലിൽ കൂടി കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ 2 അർത്ഥത്തിലാണ് ഇനി ഓടവാഴക്കാന്ന് പേര് വന്നത്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം കണ്ടത്, എനിക്കിപ്പോൾ 91 വയസ്സായി. ഞാൻ ആദ്യം കണ്ടത് തലശ്ശേരിയിൽ എൻ്റെ ഉമ്മാമ്മയുടെ ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിച്ചത് അറക്കൽ നിന്നായിരുന്നു. അവിടത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഈ സാധനം ഉണ്ടാക്കിയതിൻ്റെ ഒരു കഷ്ണം ഞാൻ തിന്നിരുന്നു. അതിൻ്റെ രുചി വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അന്നത് ഉണ്ടാക്കുന്നത് കണ്ടത് മുറ്റത്ത്, വൃക്ഷങ്ങളൊന്നുമില്ലാത്ത തരിശായ മുറ്റത്ത് 5 അടി ഉയരത്തിൽ തൂണുകൾ, കമ്പുകൾ പാകി അതിൻ്റെ മേലെ മുളയുടെയും കവുങ്ങിൻ്റെയും വാരികൾ നിരത്തി വാഴയില വിടർത്തി നേന്ത്രപ്പഴം തൊലി നീക്കി അവിടെ വെക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം അത് അവിടെ നിന്ന് ഉണങ്ങിയതിന് ശേഷം അതായത് ഈ നേന്ത്രപ്പഴം ഞാൻ കാണിച്ചു തരാം. ഇതാ വലിയ ഇത്ര വണ്ണുള്ള ഒരു നേന്ത്രപ്പഴം 3 ദിവസം ഉണങ്ങുമ്പോൾ അതിൻ്റെ ജലാംശമെല്ലാം നീങ്ങി ഡീഹൈഡ്രേറ്റായി ഇത്ര ചുരുങ്ങും. അപ്പം അതിനെ സെൻട്രൽ നിന്ന് കീറി വിടർത്തി ഇതിൻ്റെ നടുക്കുള്ള കറുത്ത നായര് നീക്കി, ഇതൊരു പഴം തന്നെ, ഒരു വലിയ പഴം, അല്ലല്ല 3 ദിവസം തിരിച്ചും മറിച്ചും ഉണക്കും. അപ്പോൾ നല്ല ശരിക്ക് ചുക്കടക്ക പോലെ അത്ര ഉണങ്ങിയിട്ട് വരും. അതെടുത്ത് അത് കുരുമുളക് പൊടി, ഏലക്കായ് പൊടി, പഞ്ചസാര സിറപ്പ്, ഇത് വെന്ത് വരുമ്പോൾ അതിൽ മുക്കി ട്രേയിൽ വെക്കും. മുൻകാലത്ത് തേൻ സുലഭമായി കിട്ടിയിരുന്ന പൺകാലത്ത് പിന്നെ തേനായിരുന്നു. ഇപ്പോൾ ശുദ്ധമായ തേനെ വിശ്വസിച്ച് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. കിട്ടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു വിപണിയിലേക്ക് ഇറക്കത്തക്ക ശുദ്ധമായ തേന് വിശ്വസിച്ചിട്ട് വാങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ സിറപ്പിലാണ്. ഇനിയിപ്പോൾ അതല്ല, ഇതിപ്പോൾ പഞ്ചസാര സിറപ്പ്, ഏലക്കായും കുരുമുളക് മുക്കിയ സാധനമാണ്. ഇത് മുക്കാതെ ഉണക്കിയെടുത്ത പാടുള്ളത്. ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം. പഞ്ചസാരന്റെ പ്രയാസമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം. ഇത് പഞ്ചസാരയിൽ മുക്കാത്ത ഉണ്ട്, അങ്ങനെയും കഴിക്കാം. ഇതാണ് ഇത് സാധനം. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ തലശ്ശേരി ഇവിടെ ഇവിടെ ഒക്കെ എടുത്ത് താമസാക്കിയപ്പോൾ
ഞങ്ങൾ ഇവിടെ ടെറസിൻ്റെ മുകളിൽ വളരെ സൗകര്യമായി ഉണക്കാൻ. അപ്പോൾ അങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇത്ര വണ്ണമുള്ള ഇത് വെച്ചു, അതിൽ ഉണക്കും, ഉണക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ ഈ പ്രയാസം എന്താണെന്ന് വെച്ചാൽ നല്ല വേനൽക്കാലത്ത്, അതായത് നവംബർ മുതൽ ഏപ്രിൽ അവസാനം വരെ മാത്രമേ ഇത് ഉണക്കിയെടുക്കാൻ കഴിയൂ. മഴക്കാലത്ത് പറ്റൂല. മഴക്കാലത്ത് പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം എങ്ങാനും മഴ കൊണ്ടെങ്കിൽ മുഴുവനും എടുത്ത് തെങ്ങിൻ്റെ കുണ്ടിയിൽ ഇടണം. രണ്ടാമത് ഉണക്കിയാൽ പുളിപ്പ് അനുഭവപ്പെടും. അങ്ങനെ ഒരു റിസ്ക്കുള്ള ഒരു പണിയാണ്. വേണ്ടത്ര നമ്മൾക്കിപ്പോൾ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ വേണ്ടത്ര ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഇതിനുണ്ട്. നിങ്ങൾക്കിത് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഈ കാണുന്ന പാക്കിങ്ങിൽ റംലാസ് ഒടവാഴക്ക എന്ന പേരിൽ സാധനം അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് വാങ്ങിക്കാം. ഇരിട്ടിക്കടുത്തുള്ള പുന്നാടാണ് ഇവരുടെ വീട് വരുന്നത്, അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇത്ര നേരം നമുക്ക് വിവരിച്ചു തന്ന ഈ ഒരു വ്യക്തി ചില്ലറക്കാരനല്ല കേട്ടോ. VK കുട്ടുസാഹിബ് എന്ന് പറഞ്ഞ ഇദ്ദേഹം കേരള ഗവൺമെന്റിന്റെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം നമ്മുടെ തലശ്ശേരിയുടെ ചരിത്രം അടങ്ങുന്ന 3ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്ത പ്രാചീന വടക്കേ മലബാറും അറക്കൽ ബീവി എന്ന് പറയുന്ന ബുക്കാണ് എനിക്കിപ്പോൾ സമ്മാനിച്ചത്.